السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ഹദീസ് പഠനവേദിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സത്യവിശ്വാസികളോട് പറഞ്ഞു, വമാ ഉഅ്തിയ അഹദൻ അത്വാഅൻ വഔസഅ മിനസ് സബ്ർ. ഒരു മനുഷ്യന് ലഭിക്കുന്ന പാരിതോഷികങ്ങളിൽ സുപ്രധാനമായ ഒന്നാകുന്നു ക്ഷമ എന്നുള്ളത്. ക്ഷമിക്കാനുള്ള ഒരു മാനസിക കരുത്ത് അതൊരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ വമ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ 100ഓളം സ്ഥലങ്ങളിലാണ് ക്ഷമയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ അതിവിശിഷ്ടമായ ഗുണങ്ങളിൽ ഒന്നാണത്രേ സഹനം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. ക്ഷമാശീലരോടൊപ്പമാകുന്നു അള്ളാഹു ഉള്ളത്. മറ്റൊരു ആയത്തിൽ വളരെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട്, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട്, അവർ തന്നെയാകുന്നു വിജയികൾ എന്ന്. അതുകൊണ്ട് അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ക്ഷമാശീലം എന്ന് പറയുന്ന മഹത്തായ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ സദസ്യരോട് ഒരു അനുഭവം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്വർഗവാസിയായ ഒരു സ്ത്രീയെ കാണിച്ചു തരട്ടെയോ? തൻ്റെ സദസ്സിലുണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ ആവേശത്തോടെ, വളരെ ജിജ്ഞാസയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, കാണിച്ചു തന്നാലും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിലൂടെ കടന്നുപോയ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു സാധാ കറുത്ത പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാ ആ പോകുന്ന പെണ്ണാണ്. സഹാബത്ത് അത്ഭുതം കൂറി. അവർ ആ സ്ത്രീയുടെ നേരെ നോക്കി. ഒരു കറുത്ത പെണ്ണ്, കൂടുതൽ കാണാൻ അഴകൊന്നുമില്ലാത്ത, സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് സ്വർഗവാസി എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അവർ ആലോചിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഈ സ്ത്രീ ഒരിക്കൽ പ്രവാചകന്റെ മുന്നിൽ വന്നു. ഞാൻ അന്ന് ആ സമയത്ത് പ്രവാചകന്റെ മുന്നിലുണ്ട്. അവരുടെ പരാതി ഇതായിരുന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാനൊരു അപസ്മാര രോഗിയാണ് നബി. പലപ്പോഴും രോഗം പിടിപെട്ട് ഞാൻ മറിഞ്ഞു വീഴാറുണ്ട് നബി. നിറകണ്ണുകളോടെ, പിടയ്ക്കുന്ന ഹൃദയത്തോടെ ആ കറുത്ത പെണ്ണ് പ്രവാചകന്റെ സവിധത്തിൽ എത്തി പരാതിപ്പെട്ടു. ദുആ ചെയ്യാൻ വേണ്ടി വന്നതാണ്, എനിക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. മഹാനായ പ്രവാചകൻ ആ സ്ത്രീയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണെ, നീ ഒരു കാര്യം ചെയ്യുക. അള്ളാഹു നിനക്ക് നൽകിയ വലിയൊരു പരീക്ഷണമാണ് ഈ രോഗമെന്നുള്ളത്. രോഗത്തിൻ്റെ പേരിൽ മറിഞ്ഞു വീഴുക എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ്. നീ ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചു കൊണ്ട് വന്നതാണല്ലോ. ഇൻ സ്വബർത്തി ഫലക്കിൽ ജന്ന. ഈ രോഗത്തിൻ്റെ പേരിൽ ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മോളെ, നിനക്ക് സ്വർഗം കിട്ടും. ഇനി വേണമെങ്കിൽ വഇൻ ശിഅ്തി ദഅഉതുല്ലാഹ തആല. വേണമെങ്കിൽ നിന്റെ രോഗം മാറാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ഇരക്കാം. അതിലൂടെ നിന്റെ രോഗം മാറുകയും ചെയ്യും. 2 ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ നിന്റെ രോഗം മാറാതെ അങ്ങനെ തന്നെ നിലകൊള്ളുക വഴി നിനക്ക് സ്വർഗം നേടാം. മറ്റൊരു ഗുണം, നിന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം. എന്തു വേണം? ആ സഹോദരി പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, അസ്ബിറു, എങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം. എൻ്റെ രോഗം മാറേണ്ടതില്ല. എനിക്ക് സ്വർഗം ലഭിക്കുമല്ലോ, എനിക്ക് സ്വർഗം നേടാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു കൂടിക്കൊള്ളാം, അങ്ങ് ദുആ ചെയ്യേണ്ടതില്ല. തുടർന്ന് ആ സഹോദരി പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഒരഭ്യർത്ഥന എനിക്കുണ്ട്. ഇന്നീ അതകശഫു യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ അപസ്മാരം പിടിപെട്ട് മറിഞ്ഞു വീഴുമ്പോൾ ഞാൻ വിവസ്ത്രയായി പോകാറുണ്ട് നബി. ഞാനൊരു പെണ്ണാണല്ലോ, ഞാനൊരു സ്ത്രീയാണല്ലോ. അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറിഞ്ഞു വീഴുമ്പോൾ ഞാൻ പലപ്പോഴും നഗ്നയായി പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട്, എനിക്ക് ലജ്ജയുണ്ട്. അതുകൊണ്ട് രോഗം മാറാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണ്ട. ഞാൻ മറിഞ്ഞു വീഴുമ്പോൾ ഫദ്ഉല്ലാഹ അല്ലാ അതകശഫ,
എൻ്റെ വസ്ത്രം നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് ദുആ ചെയ്യണമെന്ന് ആ പെണ്ണ് നബിയോട് അഭ്യർത്ഥിച്ചു. ഫദഅലഹ, ആ സ്ത്രീക്ക് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്തു. അവരുടെ രോഗം മരണം വരെ നിൽക്കുകയും രോഗത്തിൻ്റെ പേരിൽ മറിഞ്ഞു വീഴുമ്പോൾ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിപ്പോവാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. ആലോചിക്കുക, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാകുന്നു. അള്ളാഹുവിൻ്റെ ദൂതർ നമ്മെ അറിയിക്കും.